ചിത്തിരപുരം എന്ന കുഗ്രാമം. രാത്രി 12 മണി. ആ ഗ്രാമത്തിലേക്കുള്ള അവസാന ബസ് വന്നെത്തി. ഒരാൾ തകരപ്പെട്ടിയുമായി ഇറങ്ങി. പേര് ജയൻ. സുമുഖൻ, ഒത്ത ശരീരം. അയാൾ ചുറ്റും നോക്കി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗ്രാമത്തിന് ഒരു മാറ്റവുമില്ല. വാസുവേട്ടൻ്റെ ആ പെട്ടിക്കട അങ്ങനെയുണ്ട്. റാന്തൽ വിളക്ക് വെച്ച് മാടക്കട. 3 പേർ ബെഞ്ചിൽ സൊറ പറഞ്ഞിരിക്കുന്നു. അവർ ജയനെ സൂക്ഷിച്ചു നോക്കി. ആരിത്? അപരിചിതൻ. ജയന് അച്ഛൻ, അമ്മ, ഒരു പെങ്ങൾ രേവതിക്കുട്ടി. അച്ഛൻ ഇല്ലിക്കൽ തറവാട്ടിലെ കാര്യസ്ഥനാണ്. അമ്മ അവിടുത്തെ അടുക്കളയുടെ മേൽനോട്ടം. 5 വർഷം മുമ്പ് പട്ടാളത്തിലേക്ക് നാടുവിട്ടു പോയതാണ് ജയൻ. പിന്നെ ആദ്യത്തെ വരവാണ്. ജയൻ കടയിലേക്ക് വന്നെടുത്തു. ആരാ? വാസുവേട്ടൻ ചോദിച്ചു. എൻ്റെ പേര് ജയൻ, പട്ടാളത്തിൽ നിന്ന് വരുന്നു. രാഘവേട്ടൻ്റെ മകനാണ്. അയാളും അവിടെ നിന്നവരും അത്ഭുതത്തോടെ നോക്കി, വിശ്വാസം വരാതെ. ജയൻ ചിരിച്ചു. അതേ വാസുവേട്ട, 5 കൊല്ലം മുമ്പ് നാടുവിട്ടു പോയ ജയൻ തന്നെ. എൻ്റെ മോനെ, നീ ആള് വല്ലാതെ വളർന്നു. ചേട്ടാ, ഒരു പാക്കറ്റ് സിസേഴ്സ്. അയാൾ നടന്ന് ഒരു സിഗരറ്റ് കത്തിച്ചു. അങ്ങനെ സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചെത്തി. മണി 8 ഉള്ളൂ. ഗ്രാമവാസികൾ ഉറക്കം തുടങ്ങിയോ? വീട്ടിലേക്ക് അരമണിക്കൂർ നടക്കണം. ഇരുട്ട് വ്യാപിച്ചു. വിജനമായ പാത. 2 വശവും തെങ്ങും തോപ്പുകൾ, വാഴത്തോട്ടങ്ങൾ. വഴിവിളക്കില്ല. നേരിയ നിലാവെളിച്ചത്തിൽ അയാൾ നടന്നു. വരുന്ന വിവരത്തിൽ കഴിഞ്ഞയാഴ്ച കത്തെഴുതിയിരുന്നു. പിന്നെ ഇന്നലെ ടെലഗ്രാം അയച്ചത് കിട്ടിക്കാണും. അച്ഛനും അമ്മയും അനുജത്തിക്കുട്ടിയും കാത്തിരിക്കുന്നുണ്ടാവും. എന്ത് സന്തോഷമായിരിക്കും അവർക്ക്. രേവതിക്കുട്ടി വളർന്നു കാണും. ഞാൻ പോകുമ്പോൾ അവൾക്ക് 13 വയസ്സ്. ഇപ്പോൾ 18കാരി പെണ്ണ്. 10ാം ക്ലാസ്സിൽ തോറ്റു. പിന്നെന്ത് പഠിക്കാൻ? കെട്ടിച്ചു വിടണം. അതിനുള്ള സമ്പാദ്യമുണ്ടാക്കി പുതിയ വീടിൻ്റെ പണി തുടങ്ങണം. 3 മാസം ലീവുണ്ട്. ചിന്തകൾ പുറകോട്ട് പോയി. സുജാത, തൻ്റെ കളിക്കൂട്ടുകാരി. അവൾ എവിടെയാവും? കല്യാണം കഴിഞ്ഞ് കാണുമോ? അതോ എന്നെ കാത്തിരിക്കുമോ? അവസാനമായി സർപ്പക്കാവിൽ വെച്ച് നമ്മൾ ഒന്നായത്, അവളെ വീട്ടുകാർ ബലമായി പിടിച്ചുകൊണ്ടുപോയത്, ഞാൻ ഓടി രക്ഷപ്പെട്ടത് എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തി. വഴിയിൽ ഒരു മനുഷ്യനുമില്ല. വല്ലാത്ത മൂകത തളം കെട്ടി നിന്നു. പെട്ടെന്നാണ് ഒരു കരിമ്പൂച്ച റോഡിന് കുറുകെ ചാടിയത്. അത് തന്നെ തുറച്ചു നോക്കുന്നു. ചുവന്ന കണ്ണുകൾ തിളങ്ങി. ചെറുതായി ഞെട്ടി. ഒരു പട്ടാളക്കാരൻ പേടിക്കാനോ? യാത്ര തുടർന്നു. തന്നെ ആരോ പിന്തുടരുന്നതുപോലെ അവന് തോന്നി. തിരിഞ്ഞു നോക്കി. ആരുമില്ല. വീണ്ടും നടന്നു. അമ്പലപ്പറമ്പും സർപ്പക്കാവും കഴിഞ്ഞാണ് വീട്. പെട്ടിക്ക് ഭാരമുള്ളതുകൊണ്ട് നടത്തത്തിന് വേഗത പോരാ. സർപ്പക്കാവ് എത്തിയപ്പോൾ ഒരനക്കം കണ്ടു. ഒരു മരങ്ങൾക്കിടയിൽ നിന്നും ഒരു രൂപം നീങ്ങി വരുന്നു. മുന്നോട്ട് നോക്കിയപ്പോഴുള്ള കാഴ്ച കണ്ട് അയാൾ ഞെട്ടിപ്പോയി. ഒരു സ്ത്രീ വഴിയിൽ നിൽക്കുന്നു. ചുവന്ന പട്ടുപാവാടയും വെള്ള ദാവണിയും വേഷം. മുല്ലപ്പൂവിൻ്റെ മണം അയാളെ മത്തുപിടിപ്പിച്ചു. അസമയത്ത് ഒരു പെണ്ണ്, അതും ഒറ്റയ്ക്കാരായിരിക്കും? അവൾ തന്നെ സാഗൂതം നോക്കുന്നു. നല്ല മുഖപരിചയം. അടുത്തെത്തി. അവൾ അയാളെ നോക്കി ചിരിച്ചു. ജേട്ടാ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ സുജാത, ചേട്ടൻ്റെ കളിക്കൂട്ടുകാരി. അവൾ മിഴിച്ചു നോക്കി. ഇവൾ ഇത്രയ്ക്ക് വളർന്നു പോകും? എന്തൊരു സൗന്ദര്യം! എൻ്റെ സുജേ, നീ എന്താ ഒറ്റയ്ക്ക് ഈ രാത്രിയിൽ? ചേട്ടനെയും കാത്ത് ഞാനും കൂട്ടുകാരികളും കുറേ നേരം നിന്നു. അവരോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. നോക്കി നിന്ന് കണ്ണു കഴിച്ചു. വന്നല്ലോ, സന്തോഷമായി. എന്നാലും ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വന്നിട്ട് വീട്ടിൽ അന്വേഷിക്കില്ലേ പെണ്ണെ? ഇല്ലിക്കൽ തറവാട്ടിലെ ഒരേ ഒരു പെൺകുട്ടിയാണ് സുജാത, ജയൻ്റെ കളിക്കൂട്ടുകാരി. പെണ്ണ് വല്ലാതെ വളർന്നു. ജയനവളെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. എന്നാലും ഇത്രയും കൊല്ലം എനിക്കൊരു എഴുത്തെഴുതാൻ തോന്നിയില്ലല്ലോ. രേവതിയോട് നിന്നെപ്പറ്റി ചോദിക്കാറുണ്ട്. അവൾ നിന്നെപ്പറ്റിയൊന്നും എഴുതിയില്ല. ഞാൻ എത്ര സങ്കടപ്പെട്ടുവെന്നറിയോ? ചേട്ടൻ്റെ വിവരങ്ങൾ രേവതി വഴി ഞാൻ അറിയുന്നുണ്ട്. സാരമില്ല, ചേട്ടൻ വന്നല്ലോ, സന്തോഷമായി. വീടടുത്തല്ലേ ചേട്ടാ, എനിക്ക് പേടിയില്ല. അതാണ് ഒറ്റയ്ക്ക് നിന്നത്. ചേട്ടനെ കാണാൻ കൊതിയായി. അവൾ വശ്യമായി ചിരിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു വല്ലാത്ത മാസ്മരിക ശക്തിക്ക് അടിമപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നി. അവനും നോക്കി. ചേട്ടൻ വല്ലാതെ വളർന്നല്ലോ, സുന്ദരനായി. നീയും വളർന്നു പെണ്ണേ. ഞാൻ നിന്നെ സ്വന്തമാക്കും തമ്പുരാട്ടിക്കുട്ടി. അതിന് വീട്ടുകാർ സമ്മതിക്കണ്ടേ? ചേട്ടാ,
എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോയിക്കൂ. നാളെ സർപ്പക്കാവിൽ വരണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇല്ലിക്കത്തറവാട് വളരെ പേരുകേട്ടതാണ്. ഇപ്പോഴത്തെ കാരണവർ സുധാകരവർമ്മ. അമ്മ ജീവിച്ചിരിപ്പുണ്ട്. 2 അനുജന്മാർക്കും ഒരേ ഒരു പെങ്ങളും ജാനകി തമ്പുരാട്ടി. വർമ്മയുടെ ഒടുവിലത്തെ പുന്നാരപ്പങ്ങൾ ജാനകി തമ്പുരാട്ടി. അവരുടെ ഒരേ ഒരു മകളാണ് സുജാത. സുന്ദരി, സൗമ്യവതി, എല്ലാ അംഗലാവണ്യങ്ങളും ഒത്തിണങ്ങിയവൾ. സുധാകരവർമ്മയ്ക്ക് മക്കളില്ല. അയാൾ സുജാതയെ സ്വന്തം മകളെപ്പോലെ ലാളിച്ചു വളർത്തി. ഒരു കുറവുമില്ലാതെ അവൾ പാറിപ്പറന്ന് വളർന്നു. തറവാട്ടിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി. ആ തറവാട്ടിലെ പ്രധാന കാര്യസ്ഥനാണ് ജയൻ്റെ അച്ഛൻ രാഘവൻ. ഒരു പാവപ്പെട്ട വാര്യർ കുടുംബത്തിലെ അംഗം. അമ്മ അടുക്കളക്കാരി. തറവാട്ടിൽ ഇഷ്ടം പോലെ ജോലിക്കാർ. ജയനും അരിജത്തിയും എപ്പോഴും ആ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവുമായി സുജാതയോടൊപ്പം കളിച്ചു നടന്നു. ഇല്ലിക്കൽ തറവാടിനോട് ചേർന്നുള്ള തെങ്ങിൻതോട്ടത്തിലാണ് ജയൻ്റെ വീട്. 5 ഏക്കർ വരുന്ന തോട്ടം. വാഴയും കവുങ്ങുമുണ്ട് കൂട്ടത്തിൽ. എല്ലാം നോക്കുന്നത് ജയൻ്റെ അച്ഛൻ രാഘവൻ വാര്യർ തന്നെ. വീടിൻ്റെ മുൻവശം റോഡ്, അതിനപ്പുറം വിശാലമായ നെൽവയൽ, കരിമ്പനകൾ. എല്ലാം ഇല്ലിക്കൽ തറവാട്ടുകാരുടെയാണ്. തെക്കും വടക്കും തോട്ടങ്ങൾ, പിന്നിൽ ഭാരതപ്പുഴ ഒഴുകുന്നു. അയാൾ ആ തറവാട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരുപാട് കാലപ്പഴക്കം കൊണ്ട് ആൾതാമസമില്ലാത്ത പോലെ. ഒരു ചിമ്മിനിവട്ടം മാത്രം. അതിനകത്ത് കയറാൻ എല്ലാവർക്കും പേടിയാണ്. വലിയ തമ്പുരാക്കന്മാർ. അപ്പോൾ ഞാൻ പോട്ടെ ചേട്ടാ. അവൾ പടി തുറന്ന് അകത്തേക്ക് കയറി. അവൾ ഇരുട്ടിൽ മറഞ്ഞു. തൊട്ടടുത്ത് തൻ്റെയും വീട് അയാൾ വേഗം നടന്നു. അച്ഛനും അമ്മയും പെങ്ങളും ഉമ്മറപ്പടിയിൽ കാത്തിരുന്നു. ടെലഗ്രാം അയച്ചത് കിട്ടിക്കാണും. പെങ്ങൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കണ്ണു നിറഞ്ഞ് കവിയുന്നു. എൻ്റെ ജയേട്ടാ, എൻ്റെ മോനെ വന്നോടാ. അമ്മ വന്ന് കെട്ടിപ്പിടിച്ചു. അച്ഛൻ സന്തോഷത്തോടെ തൻ്റെ മകനെ നോക്കി. എത്ര കൊല്ലമായി പോയിട്ട് അവൻ വളർന്നു. ആ കണ്ണുകളിൽ തിളക്കമുണ്ടായി. വാടാ മോനെ, ചോറ് വിളമ്പട്ടെ. ആദ്യം കുളിക്കട്ടെ അമ്മേ. അവൻ ഡ്രസ്സ് മാറി. അമ്മ തോർത്തും സോപ്പും എടുത്തു കൊടുത്തു. അവൻ കിണറ്റിൻകരയിലേക്ക് ചെന്നു. എത്ര കാലമായി ഈ തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ചിട്ട്. അവൻ വെള്ളം കോരിയഴിച്ചു. ഹാ, എന്തു സുഖം. അവനിടയ്ക്ക് ചുറ്റും കണ്ണൊഴിച്ചു. തന്നെ ആരോ സൂക്ഷിച്ചു നോക്കുന്നത് പോലെ അവന് തോന്നി. വീണ്ടും നോക്കി. അതാ അവൾ തന്നെ തെങ്ങിൻ ചുവട്ടിൽ തന്നെ നോക്കി ചിരിക്കുന്നു. ഇവക്കെന്താ വട്ടാണോ? ഈ രാത്രിയിൽ ഒരു പേടിയുമില്ലാതെ. തലതോർത്തിക്കൊണ്ട് വീണ്ടും നോക്കി. അവിടം ശൂന്യം. അവളെ കാണുന്നില്ല. പോയോ? അയാൾ വീട്ടിലേക്ക് നടന്നു. അമ്മ ഭക്ഷണം വിളമ്പി. എത്ര കൊല്ലമായി ഈ രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട്. മീൻകറിയും പൊരിച്ചതും എന്താ രുചി. അവൻ ആർത്തിയോടെ കഴിച്ചു. പെങ്ങളവനെ സൗഹൃദം നോക്കി. എന്തൊക്കെയോ ചോദിച്ചു. നീ പോയി ഉറങ്ങാൻ നോക്ക് പെണ്ണേ. അവന് ക്ഷീണം കാണും. പോയി കിടന്നോ, നാളെ സംസാരിക്കാം. അയാൾ കിടന്നു. തൻ്റെ പഴയ കിടപ്പുമുറി. അയാളുടെ മനസ്സ് പഴയ കാലത്തിലേക്ക് മാഞ്ഞു. അപ്പോൾ ജനലരികിൽ ഒരു രൂപം കടന്നുപോയി. തോന്നിയതാണോ? അവൻ എത്തി നോക്കി. ആരുമില്ല. പിന്നെ ഒരു ചിരി കേട്ടു. ചേട്ടാ, ഞാനാണ് സുജാത. വെളി വരുമോ? അയാൾ പതുക്കെ പുറകിലെ വാതിൽ വഴി പുറത്തേക്കിറങ്ങി. അവൾ തന്നെ നോക്കി വശ്യമായി ചിരിക്കുന്നു. ഒരു യക്ഷിയെപ്പോലെ തോന്നി അയാൾക്ക്. അവൾ തെങ്ങിൻതോപ്പിലേക്ക് നടന്നു. അയാൾ പുറകെയും. അവൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി. പിന്നെയും നടന്നു. അകലെപ്പോയി. അയാൾക്ക് ചെറിയൊരു ഭയം തോന്നി. ഇരുട്ടിൽ ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ചിരി മുഴങ്ങി. കുപ്പിവള കിലുങ്ങും പോലെ. അയാൾ നടുങ്ങി. അവൾ ചിരി നിർത്തി അയാളെ രൂക്ഷമായി നോക്കി. അവളുടെ വായിൽ 2 വശത്തും നീണ്ട പല്ലുകൾ അയാൾ ശ്രദ്ധിച്ചു. അയാൾ നടുങ്ങി പറിച്ചു. പണ്ടമ്മ പൂജാരിയിൽ നിന്ന് ജപിച്ചു വാങ്ങിയ ചരടും കൂടും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിന് ചൂട് പിടിച്ചതുപോലെ തോന്നി അവന്. അവളവൻ്റെ അടുത്തേക്ക് വന്നു. നീ ആരാണ്? അവൻ ചോദിച്ചു. ഒരു പൊട്ടിച്ചിരിയായിരുന്നു മറുപടി. പിന്നെ അവളവനെ രൂക്ഷമായി നോക്കി. എന്നെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞില്ലേ നീ, മഹാപാപി. അവൻ ഞെട്ടിപ്പോയി. കഴിഞ്ഞ കാലം ഓർമ്മിച്ചു. 5 കൊല്ലം മുമ്പ് നമ്മൾ സർപ്പക്കാവിൽ ഒരുമിച്ചത്, രാത്രിയിൽ കഴിച്ചുകൂട്ടിയത്, രമിച്ചത്. അതിനുശേഷം അവൾ ഗർഭിണിയോ? എന്നിട്ടെന്താണ് സംഭവിച്ചത്? രേവതി കത്തിൽ അതേപ്പറ്റിയൊന്നും എഴുതിയില്ലല്ലോ. ഡാ വഞ്ചക, നിന്നെ ഞാൻ കൊന്ന് രക്തം കുടിക്കും. അവൾ കൈകൾ അവൻ്റെ കഴുത്തിന് നേരെ കൊണ്ടുവന്നു. കൈവച്ച മാത്രയിൽ പൊള്ളിയതുപോലെ അവൾ കൈകൾ വലിച്ചു. ഞെട്ടിമാറി ജയൻ വിറച്ചു. ദേവി,
കാക്കടേ, അവൻ മന്ത്രിച്ചു. അവൻ്റെ കയ്യിൽ കെട്ടിയ കൂട് പ്രവർത്തിച്ചു. അതിൻ്റെ ചൂട് വർദ്ധിച്ചു. അമ്മേ, അവൻ ഉറക്കെ വിളിച്ചു. വീട്ടിൽ നിന്നും അമ്മയും അച്ഛനും വിളക്കുമായി വരുന്നു. മോനെ, എവിടാ നീ? അവർ നീട്ടി വിളിച്ചു. അപ്പോൾ അവൾ അവനെ രൂക്ഷമായി നോക്കി നിന്ന് കിതയ്ക്കുന്നു. ഒന്നിനും കഴിയാതെ അവൻ പിന്നോക്കമോടി. അച്ഛനും അമ്മയും ഓടി വന്നു. എന്താ മോനെ ഈ നേരത്തെ ഇവിടെ? എന്തു പറ്റി? അവൻ കൈ ചൂണ്ടി. പക്ഷേ അവൾ അവിടെ ഇല്ലായിരുന്നു. ആരടാ? എന്താടാ? ആരാ? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവൾ സുജാത. അവൾ പോയി അമ്മേ, അവൻ വിറയലോടെ പറഞ്ഞു. ഈ മാന്ത്രികക്കൂട് എന്നെ രക്ഷിച്ചു. എൻ്റെ ദേവി, അവളെ നീ കണ്ടോ? അവളുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയാണ് മോനെ. ഈ നാട് വിട്ടു പോയ ശേഷം അവൾ കുളത്തിച്ചാടി ആത്മഹത്യ ചെയ്തു. നിനക്ക് വിഷമം തോന്നേണ്ട എന്ന് കരുതിയാണ് അറിയിക്കാതിരുന്നത്. എന്താണ് സംഭവിച്ചതമ്മേ? അത് നാളെ പറയാം. നീ പാടാൻ മോനെ. ദേവി കാത്തു. നാമം ജപിച്ച് കിടക്കുക. അവൻ വീട്ടിലെത്തി കിടന്നു. വെളുക്കുന്നവരെ ഉറക്കം വന്നില്ല. അവളുടെ രൂപമായിരുന്നു മനസ്സിൽ മുഴുവൻ. എൻ്റെ സുജയെ, നിനക്ക് ഈ ഗിരി വന്നല്ലോടി മോളെ. അവൻ്റെ മനസ്സ് തേങ്ങി. ഓർമ്മകൾ പുറകോട്ട് പോയി. കുട്ടിക്കാലം ഒരുമിച്ച് സുജാതയോടൊപ്പം സ്കൂളിൽ പോയത്. അമ്പലക്കുളത്തിൽ നിന്നും ആമ്പൽപ്പൂ പറിച്ച് കൊടുത്തപ്പോൾ എന്തായിരുന്നു അവളുടെ സന്തോഷം. വീടിനടുത്ത് തന്നെ UP സ്കൂൾ, അതും ഇല്ലിക്കത്തറവാട്ടുകാരനവരുടെ സ്വന്തം. അടുത്തു തന്നെ അമ്പലം, കുളം, സർപ്പക്കാവ്. നമ്മൾ വളർന്ന് പ്രണയമായി. പിരിയാൻ വയ്യാത്ത വിധം. എനിക്ക് 23 വയസ്സ്, അവൾക്ക് 18 വയസ്സ്. കൗമാരം പൂത്തൊലിഞ്ഞു. അന്നൊരു രാത്രി അവളെ സർപ്പക്കാവിലേക്ക് ക്ഷണിച്ചു. അവൾ വന്നു. ഒരു മാലാഖയെപ്പോലെ നല്ല നിലാവുള്ള രാത്രി ഒരുമിച്ച് സംസാരിച്ചു. വീട്ടുകാർ അറിഞ്ഞാൽ കൊല്ലും, ഉറപ്പ്. ഒളിച്ചോടിയാലോ? അവരുടെ കണ്ണുകൾ അനുരാഗം കൊണ്ട് കൂട്ടിയിടിച്ചു. ഒരു സംഗമം ആരംഭിക്കുകയായിരുന്നു. അവരുടെ മനസ്സും ശരീരവും ഒന്നിച്ചു. എല്ലാം കഴിഞ്ഞ് അവൾക്ക് ഭയമായി. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് തേങ്ങിക്കരഞ്ഞു. ആരാ അവിടെ? ആരോ വിളക്കുമായി വരുന്നു. അവർ ചാടി എഴുന്നേറ്റു. ചേട്ടാ, എവിടെയെങ്കിലും പോയി ഒളിച്ചോ, അവർ കണ്ടാൽ കൊല്ലും. അവനൊന്ന് ശങ്കിച്ചു. ഒന്ന് വേഗം പോകും ചേട്ടാ. അവൻ ഓടി മറഞ്ഞു. സുധാകരവർമ്മയും അനുജന്മാരും കുറേ ബാല്യക്കാരും അവളെ തേടി വന്നതാണ്. ഡീ, നീ എന്താടി ഇവിടെ? ആരാടി ഓടിപ്പോയത്? ആരുമില്ല, അവൾ കള്ളം പറഞ്ഞു. സത്യം പറഞ്ഞോ? ആരാടി അവൻ? ഇവളെ വീട്ടിൽ കൊണ്ടുപോകൂ, അയാൾ അനുജന്മാരോട് പറഞ്ഞു. നിങ്ങൾ പോയി അവരെ കണ്ടുപിടിക്കുക, അയാൾ വൃത്യന്മാരോട് ആജ്ഞാപിച്ചു. അവർ 4 വഴിക്കും പാഞ്ഞു. അവരവളെ വലിച്ചിഴച്ച് വീട്ടിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്ത് മർദ്ദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. ഒടുവിൽ മുത്തശ്ശി അവളെ റൂമിൽ കൊണ്ടുപോയി. മോള് സത്യം പറയണം, എനിക്കാളെ മനസ്സിലായി, ജയനല്ലേ? അതേ മുത്തശ്ശി, തൽക്കാലം ആരും അറിയണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. എന്നാലും നീ ഈ സമയത്ത് പോയത് വലിയ തെറ്റ് തന്നെ. നേരം വെളുക്കട്ടെ, പരിഹാരമുണ്ടാക്കാം. ജയൻ നേരെ പോയത് പുഴക്കരയിലേക്കാണ്. അവിടെ കൈതപ്പന്തയിൽ ഒളിച്ചു. ജോലിക്കാർ എവിടേക്കോ പരത് നടന്ന് ഒടുവിൽ തിരിച്ചുപോയി. അവർ പോയെന്ന് ഉറപ്പായപ്പോൾ അവിടുത്തെ ചങ്ങാടത്തിൽ കയറി അക്കരെ പോയി. പിന്നെ റോഡിൽ പോയി ഒരു പെട്ടിക്കടയുടെ അരികിൽ നേരം വെളുപ്പിച്ചു. കാലത്ത് വന്ന ആദ്യ ബസ്സിൽ കയറി നാട് വിട്ടു. പിന്നെ കള്ള ട്രെയിൻ കയറി ഡൽഹിയിലെത്തി. ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു. അടുത്തുണ്ടായിരുന്ന മിലിറ്ററി ഓഫീസിൽ ചായ കൊണ്ട് പോയത് ജയനായിരുന്നു. ക്യാപ്റ്റൻ ശങ്കർ സാറിന് അവനോട് ഇഷ്ടം തോന്നി. പരിചയപ്പെട്ടു. അവൻ്റെ കഥകൾ കേട്ടപ്പോൾ അയാൾക്ക് സഹതാപം തോന്നി. സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ചു. അവനെ പട്ടാളത്തിൽ ചേർത്തു. പിന്നെ നാട്ടിലെ പുകിൽ ഒന്നും അറിഞ്ഞില്ല. സുജാതയെപ്പറ്റി എഴുതി ചോദിച്ചാൽ ഒരു മറുപടിയും കിട്ടില്ല. പിന്നീട് അവൾക്ക് എന്താണ് സംഭവിച്ചത്? നേരം വെളുത്തു. കാപ്പ് കുടിക്കുമ്പോൾ ജയൻ്റെ അമ്മ ഇല്ലിക്കൽ തറവാട്ടിൽ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു. ജയൻ ഞെട്ടലോടെ എല്ലാം കേട്ടിരുന്നു. സുജാതയുടെ കൂടെ സർപ്പക്കാവിൽ കണ്ടത് ജയനാണെന്ന് തറവാട്ടിലെ എല്ലാവർക്കും മനസ്സിലായി. അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന്. സുധാകരവർമ്മ വരാന്തയിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. അയാൾ ക്ഷുഭിതനും അസ്വസ്ഥനുമായിരുന്നു. ജയൻ്റെ അച്ഛനും അമ്മയും മുറ്റത്തു നിന്നു. അവരെ അയാൾ അകത്തേക്ക് വിളിച്ചു. വാലിക്കാരറിഞ്ഞാൽ നാട്ടിൽ പാട്ടാകും, പിന്നെ കുടുംബത്തിന് നാണക്കേട്, അയാൾ പറഞ്ഞു. ജയനിനി ഗ്രാമത്തിൽ വന്നാൽ ജീവനോടെ വെക്കില്ല, മനസ്സിലായോ? വർമ്മ ക്ഷോഭത്തോടെ മുന്നറിയിപ്പ് കൊടുത്തു. ജയൻ്റെ അച്ഛനും അമ്മയും കരഞ്ഞ് കൈകൂപ്പി. തമ്പുരാൻ പൊറക്കണം, എൻ്റെ ചക്കൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. അവൻ വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ശരി, ഇക്കാര്യം ആരോടും മിണ്ടിപ്പോകരുത്, പൊയ്ക്കൊള്ളൂ. അവർ വീട്ടിലേക്ക് പോയി. ജയൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. അച്ഛൻ വിഷണ്ണനായി കോലായിലിരുന്നു.
ദിവസങ്ങൾ കഴിഞ്ഞു. താൻ ഗർഭിണിയാണെന്ന സത്യം സുജാത ഞെട്ടലോടെ അറിഞ്ഞു. അമ്മയും മുത്തശ്ശിയും അറിഞ്ഞു. അവർ പരിഭ്രമിച്ചു. എൻ്റെ ദേവി, ഇനി എന്ത് ചെയ്യും? അച്ഛനറിഞ്ഞാൽ കൊല്ലും. അവളുടെ അമ്മ നെഞ്ചിൽ കൈവച്ച് കരഞ്ഞു. ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അവൾ മോളെ തലങ്ങും വിലങ്ങും തല്ലി. അവൾ പൊട്ടിക്കരഞ്ഞു. പോയി ചാവടി അസത്തെ, കുടുംബത്തിന് മാനം കളയാൻ ജനിച്ചവളെ. എൻ്റെ കാവിലമ്പേ, ഇനി എന്ത് ചെയ്യും? മുത്തശ്ശി വിലപിച്ചു. പിറ്റേന്ന് വെളുപ്പിന് സുജാതയുടെ അമ്മയുടെ ശബ്ദം കേട്ടാണ് തറവാട്ടിലെ എല്ലാവരും ഉണർന്നത്. എന്തു പറ്റി ജാനകി? വർമ്മ ചോദിച്ചു. മോളെ കാണുന്നില്ല ഏട്ടാ. എല്ലാവരും പോയി നോക്ക്, അയാൾ അലറി. തറവാടിൻ്റെ മുക്കിലും മൂലയിലും തൊടിയിലും എല്ലാം ഭൃത്യന്മാർ നോക്കി. എങ്ങുമില്ല. എൻ്റെ പൊന്നു മോളെ എവിടെ പോയി? ദൈവമേ കാക്കണേ, ജാനകി അമ്മ വിലപിച്ചു. വർമ്മയുടെ ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽപ്പിടർ കടന്നുപോയി. അയാൾ നേരെ ഭൃത്യന്മാരുമായി കുളക്കടവിലേക്ക് പോയി. ഇറങ്ങി നോക്കടാ, അയാൾ പേടിയോടെ പറഞ്ഞു. ബാല്യക്കാർ കുളത്തിൽ ചാടി. ഏറെ നേരത്തെ തെരച്ചിലിന് ശേഷം ഒരാൾ പൊങ്ങി വന്നു. ചതിച്ചു തമ്പുരാരെ, അയാൾ നിലവിളിച്ചു. കയ്യിൽ സുജാതയുടെ മുടിക്കെട്ടിൽ പിടിച്ച് അയാൾ കരയിലേക്ക് കയറി. ആ നിർജീവമായ ശരീരം അവൾ താങ്ങിപ്പിടിച്ച് കൽപ്പടവിൽ കിടത്തി. എൻ്റെ പൊന്നു മോളെ എന്ന് നിലവിളിച്ചുകൊണ്ട് ജാനകി അമ്മ അവിടേക്ക് ഓടി വന്നു. കൂടെ അവരെയും മുത്തശ്ശിയെയും താങ്ങി മറ്റ് അന്തർജനങ്ങളും. ഒരലർച്ചയോടെ അവർ മകളുടെ ശരീരത്തിലേക്ക് വീണു. ബോധം പോയി. ആരൊക്കെയോ താങ്ങിപ്പിടിച്ച് അവരെ കൊണ്ടുപോയി. പെണ്ണുങ്ങൾ അലമുറയിട്ട് കരഞ്ഞു. വർമ്മത്തമ്പുരാനും അനിയത്തിമാരും പണിക്കാരും കണ്ണുനീരൊഴുക്കി. സുജാതയുടെ ശരീരം ഹാളിൽ വെള്ളത്തുണി പുതച്ചു കിടത്തി. ജയൻ്റെ അമ്മ കഥ തുടർന്നു. മോനെ, അവൾ മരിച്ച് 3 മാസം കഴിഞ്ഞ് ഒരു അമാവാസി ദിവസം വൈകിട്ട് 3 തമ്പരാക്കന്മാരും ചേർന്ന് കുളത്തിൽ കുളിക്കാൻ പോയി. അതിൽ സുധാകരവർമ്മയെ ആരോ കാലിൽ പിടിച്ച് വലിക്കും പോലെ അദ്ദേഹം അടിയിലേക്ക് താന്നുപോയി. അങ്ങനെ 2ാമത്തെ ദുർമരണം സംഭവിച്ചു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് കുനിശ്ശേരി കുമ്മാട്ടി ഉത്സവത്തിന് 2 തമ്പരാക്കന്മാരും പോയി. അവിടെ ആനയിടഞ്ഞു. ജനങ്ങൾ 4 വഴിക്കും പാഞ്ഞു. പ്രഭാകരവർമ്മയും നീലകണ്ഠനും തിരക്കിൽപ്പെട്ടു. അവർ 2 പേരെയും ആന ചവിട്ടിക്കൊന്നു. അങ്ങനെ അതും സംഭവിച്ചു. പിന്നീട് ഇല്ലത്തിൽ പ്രശ്നം വെച്ചു. ആരായിരിക്കും? ഒടുവിലത് കണ്ടുപിടിച്ചു. അത് സുജാത മോളുടെ ദുരാത്മാവായിരുന്നു. അന്ന് രാത്രി ഉറക്കം വരാതെ ജയൻ ഓരോന്നോർത്ത് കിടന്നു. എൻ്റെ സുജയ്, നീ എന്നെ വിട്ടു പോയല്ലോടി. കേട്ട കഥകൾ അവന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. അപ്പോൾ ജനലരികിൽ അനക്കമുണ്ടായി. അതവൾ തന്നെ. അവൻ കാതോർത്ത് കിടന്നു. പാവം, ഗതി കിട്ടാതെ അലയുന്നു. ജേട്ടാ, ജേട്ടാ, അവൾ തേങ്ങിക്കരയുന്ന ശബ്ദം. അവൻ ചാടി എഴുന്നേറ്റ് പുറത്തിറങ്ങി. അവൾ അവനെ നോക്കിത്തന്നെ ചിരിക്കുന്നു. കലങ്ങിയ കണ്ണുകൾ അത് ചുവന്നിരിക്കുന്നു. കാറ്റിൽ മുടി പാറിക്കളിച്ചു. അവൾ ശാന്തമായി അവനെ നോക്കി നിന്ന് വിതുമ്പി. ആ ചുവന്ന ചുണ്ടുകൾ എന്തിനോ വേണ്ടി കൊതിക്കുന്ന പോലെ തോന്നി. അവന് ഭയം തോന്നിയെങ്കിലും തൻ്റെ പ്രിയതമയല്ലേ എന്ന് അവൻ സമാധാനിച്ചു. ചേട്ടാ, ഞാനൊന്നും ചെയ്യില്ല, പേടിക്കണ്ട. എൻ്റെ കൂടെ സർപ്പക്കാവിൽ വരുമോ? ചില സത്യങ്ങൾ ഞാൻ പറയാം. അവൾ നടന്നു. ഏതോ മാന്ത്രിക ശക്തിക്ക് അടിമപ്പെട്ടതുപോലെ അവൻ അവളെ പിന്തുടർന്നു. അവർ സർപ്പക്കാവിലെത്തി. അവസാനമായി അവർ സന്ധിച്ച സ്ഥലം. അവൾ അവനെ നോക്കി. നമുക്കൊരുമിച്ച് ജീവിക്കാൻ വിധി ഉണ്ടായില്ലല്ലോ, അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ അടുത്തേക്ക് ചെന്നു. അവൾ മാറി. വേണ്ട, ഞാനിന്ന് മനുഷ്യ സ്ത്രീയല്ല, ഒരു രക്ഷസാണ്. ചേട്ടനറിയാമോ, ഞാൻ ആത്മഹത്യ ചെയ്തതല്ല, എന്നെ കൊന്നതാണ്. എൻ്റെ അമ്മാവൻ സുധാകരവർമ്മ. അവൾ പറഞ്ഞത് കേട്ട് അവൻ ഞെട്ടിപ്പോയി. എന്ത്, കൊന്നതോ? എങ്ങനെ? അതെ, എന്നെ കഴുത്ത് ഞെരിച്ച് കൊന്ന് കുളത്തിലിട്ടു. എല്ലാം പറയാം. ഞാൻ ഗർഭിണിയായ ഇക്കാര്യം അമ്മ ചോദിച്ചത് അമ്മായി ഒളിഞ്ഞു നിന്ന് കേട്ടു. അവർ അത് അമ്മാവനെ അറിയിച്ചു. വലിയമ്മാവൻ കലിതുള്ളി. ഇങ്ങനെയൊരു വിത്ത് നമ്മുടെ തറവാട്ടിൽ പാടില്ല. അവളെ കൊന്നേക്കാം, അയാൾ മനസ്സിൽ തീരുമാനിച്ചു. അയാൾ 2 അനുജന്മാരെയും വിളിച്ച് രഹസ്യമായി വേണ്ടത് ചെയ്യാൻ പറഞ്ഞു. ഈ കൃത്യം ഞങ്ങൾ 3 പേർ മാത്രമേ അറിയാൻ പാടുള്ളൂ. അവർ തലയാട്ടി. അന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ അവരെന്നെ കഴുത്ത് ഞെരിച്ചു. ഞാൻ പിടഞ്ഞു. അവസാന ശ്വാസം നിലച്ചു. അവരെന്നെ താങ്ങിയെടുത്ത് കുളക്കരയിൽ കൊണ്ടുപോയി. ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി. പൊക്കിയെടുത്ത് കുളത്തിലിട്ടു. പിന്നെ ഗതി കിട്ടാത്ത രക്ഷസായി അലഞ്ഞ് അവരോട് പ്രതികാരം തീർത്തു. കുളത്തിൽ വെച്ച് സുധാകരവർമ്മയെ മുക്കിക്കൊന്നു. ഉത്സവപ്പറമ്പിൽ ആനയ്ക്ക് വിഭ്രാന്തി ഉണ്ടാക്കി ബാക്കി 2 അമ്മാവന്മാരെയും ആന ചവിട്ടിയരച്ച് മെതിച്ചു. തല പിളർന്ന് ഞാൻ പ്രതികാരം തീർത്തു. എൻ്റെ ചേട്ടനെ ഒന്ന് കാണാൻ, ഇവിടെ വെച്ച് പിരിയാൻ ഞാൻ എത്ര കാലം കാത്തിരുന്നു.
ഇനി ഇനി അടുത്ത ജന്മത്തിൽ നമുക്ക് ഒന്നിക്കാം. നമ്മൾ പിരിയേണ്ട സമയമായി. എല്ലാം കേട്ട് ജയൻ നിശബ്ദനായി നിന്നു. അവൾ അകലേക്ക് നീങ്ങിപ്പോയി. പിന്നെ ഒരു പുകയായി മറഞ്ഞു. അകലെ ഒരു നക്ഷത്രം തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന പോലെ അവന് തോന്നി. ഒരു സ്വപ്നം പോലെ തോന്നി. അവൻ ആകാശത്തേക്ക് നോക്കി നിന്നു. ഒരു കുളിർകാറ്റ് പതുക്കെ അവനെ തഴുകിപ്പോയി. അപ്പോൾ പുറകിൽ അച്ഛൻ്റെയും അമ്മയുടെയും വിളി കേട്ടു. മോനെ, നീ ഇവിടെ എങ്ങനെ വന്നടാ? അവർ പേടിച്ച മുഖത്തോടെ അവനെ നോക്കി. അവൻ തളർന്നു പോയിരുന്നു. അവരവനെ താങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇല്ലിക്കൽ തറവാട്. സമയം രാത്രി 12 മണി. തറവാട്ടിലെ എല്ലാ അംഗങ്ങളും സുഖമായി ഉറങ്ങുന്നു. പെട്ടെന്ന് നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം അവിടെ അലകൊണ്ടു. എന്തോ കണ്ട് ഭയന്നതുപോലെ അവിടുത്തെ ഭൃത്യർ രാമുവിന് മൂത്തശങ്കയുണ്ടായി. അയാൾ പുറത്തു വന്നു. വല്ലാത്തൊരു മൂകത. അപ്പോൾ തളം കെട്ടി നിന്നു. നായ്ക്കൾ ഒരിയിടൽ നിർത്തി മുരണ്ടുകൊണ്ടിരുന്നു. വല്ലാത്തൊരു കാറ്റ് വീശി. തെങ്ങൊലകൾ ആടി ഉലഞ്ഞു. അയാൾ കാര്യസാധനം നടത്തി പോകാനൊരുങ്ങി. അപ്പോൾ വെറുതെ ഒന്ന് കുളക്കടവിലേക്ക് നോക്കി അയാൾ അവിടെ ഒരു രൂപം കാണുകയുണ്ടായി. 2 ദുർമരണങ്ങൾ നടന്ന കുളമാണ്. അതുകൊണ്ട് അയാളൊന്നും ഞടുങ്ങി. ഉള്ളിൽ ഭയം കൊണ്ട് വിറച്ചു. എങ്കിലും ഒന്ന് നോക്കണമെന്ന് തോന്നി. കുളക്കടവിലേക്ക് നടന്നു. ആ രൂപം പുറംതിരിഞ്ഞു നിൽക്കുന്നു. ആരായിരിക്കും? സൂക്ഷിച്ചു നോക്കി അയാൾ നടുങ്ങി വിറച്ചു. സുധാകരവർമ്മ. തമ്പുരാൻ്റെ അതേ രൂപം. അതെ, 5 കൊല്ലം മുമ്പ് ഇതേ അമാവാസി ദിവസം കുളത്തിൽ മുങ്ങിവരിച്ച വർമ്മത്തമ്പുരാൻ. അയാളുടെ കാൽമുട്ട് വിറച്ചു. ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആ രൂപം പതുക്കെ തിരിഞ്ഞു. ആ മുഖം കാണാൻ ത്രാണിയില്ലാതെ അയാൾ ബോധമറ്റ് വീണു. പിറ്റേന്ന് വെളുപ്പിന് വലിയ വർമ്മയുടെ അന്തർജനം അവിടെ വന്ന് വിളിച്ചുണർത്തി. അയാൾക്ക് ബോധം വന്നു. എന്താ രാമു, എന്തു പറ്റി? നീ എന്താ ഇവിടെ കിടക്കുന്നത്? അയാൾ പേടിയോടെ പറഞ്ഞു. വലിയ തമ്പുരാൻ, ഞാൻ ശരിക്കും കണ്ടു തമ്പുരാട്ടി. നീ എന്താ സ്വപ്നം കണ്ടോ? പോയി ജോലി നോക്കടാ, അവൾ ശകാരിച്ചു. എങ്കിലും അവരുടെ ഉള്ളിലും ഒരു ഭയമുണ്ടായി. കവലമ്മേ, എന്തായി കേൾക്കുന്നത്? ചേട്ടനെ കണ്ടുവന്നോ? അവർ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി. പ്രഭാത ശ്ലോകങ്ങൾ ഉരുവിട്ടു. സകല ദൈവങ്ങളെയും നോക്കി പ്രാർത്ഥിച്ചു. ദൈവങ്ങളെ കാക്കടേ. വലിയ തമ്പുരാന് മക്കളില്ല. രണ്ടാമത്തെയാൾ പ്രഭാകരവർമ്മയ്ക്ക് 2 ആൺമക്കൾ. ഒരാൾ 10ൽ പഠിക്കുന്നു. രണ്ടാമത്തവൻ 7ൽ പഠിക്കുന്നു. മൂന്നാമത്തെ വർമ്മ നീലന് ഒരു കുട്ടി 5ൽ പഠിക്കുന്നു. 10ൽ പഠിക്കുന്ന സുദേവൻ ഗ്രാമത്തിന് പുറത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അമ്പലക്കാവ് സർപ്പക്കാവും കഴിഞ്ഞ് കവലയിൽ പോയി ബസ്സിൽ പോകണം. അന്നവന് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലായിരുന്നു. അമ്മ ഇന്ന് സ്കൂളിൽ ഫെസ്റ്റിവലാണ്. രാത്രി വൈകിട്ടേ വരൂ കേട്ടോ. ശരി മോനെ, ഒറ്റയ്ക്ക് വരണ്ട, കൂട്ടുകാരോടെ വന്നാൽ മതി. അമ്മ അവന് ചോറും കൊടുത്ത് യാത്രയാക്കി. ഫെസ്റ്റിവൽ കഴിഞ്ഞ് അവൻ കൂട്ടുകാരെ നോക്കി. ആരെയും കാണുന്നില്ല. ആകെ നിരാശയും ദേഷ്യവും തോന്നി. അവരോട് നിൽക്കാൻ പറഞ്ഞിട്ട് പോയി കളഞ്ഞല്ലോ കശ്പലന്മാർ. ഇനി എങ്ങനെ ഒറ്റയ്ക്ക് പോകും? അവന് സങ്കടവും ഭയവും ഒരുമിച്ച് വന്നു. രണ്ടും കൽപ്പിച്ച് അവൻ ബസ് കയറി. അവസാനത്തെ ബസ്. നേരം ഇരുട്ടായി. കവലയിൽ നിന്നും ഇറങ്ങി നടന്നു. പോകുന്ന വഴിക്ക് ആരെങ്കിലും ഉണ്ടോ എന്നവൻ കുറച്ചു നേരം നോക്കി നിന്നു. ആരുമില്ല. ആളുകൾ കുറഞ്ഞു വരുന്നു. എല്ലാവരും അവരവരുടെ കുടികളിലേക്ക് പോയി തുടങ്ങി. ആ സമയത്ത് സർപ്പക്കാവിന് മുമ്പിലൂടെ ഒറ്റയ്ക്ക് പോകരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അവിടെ സുജാത ചേച്ചിയുടെ പ്രേതം കാണുമത്രേ. അവൻ നടുക്കത്തോടെ നടന്നു നീങ്ങി. നിലാവുണ്ട്. എങ്കിലും 2 വശവും തെങ്ങിൻതോപ്പുകൾ നിറഞ്ഞ് വഴിയിൽ ഇരുട്ട് തോന്നിച്ചു. അമ്പലക്കാവ് കഴിഞ്ഞ് സർപ്പക്കാവ് എത്താറായപ്പോൾ അവന് നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അമ്മ പഠിപ്പിച്ചു കൊടുത്ത മന്ത്രങ്ങൾ ഉരുവിട്ട് ധൈര്യം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. തന്നെ ആരോ പിന്തുടർന്ന് വരുന്നുണ്ടോ? അവൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. അവൻ്റെ മനസ്സിൽ ഇല്ലത്തിൽ നടന്ന സംഭവങ്ങൾ ഓർമ്മയിലെത്തി. കുളത്തിൽ ചാടി മരിച്ച സുജാത ചേച്ചിയും പിന്നെ വെല്ലിച്ചനും. ചേച്ചി എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തത്? അതേപ്പറ്റി ചോദിച്ചാൽ അമ്മ ഒഴിഞ്ഞു മാറും. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കടവാവൽ അവൻ്റെ മുന്നിലേക്ക് വട്ടമിട്ട് പറന്നു. അതിൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അതവനെ തുറച്ചു നോക്കുന്ന പോലെ തോന്നി. ഞെട്ടിപ്പറച്ചു പോയ സുദേവൻ അതവനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നു. ഇല്ല, അതുപോയി. കാവിലമ്മേ, കാക്കണേ. സർപ്പക്കാവ് എത്തിയിരിക്കുന്നു. എവിടെയോ നായ്ക്കൾ ഓരിയിടുന്നു. പെട്ടെന്ന് ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടി. ഭയങ്കരമായ ശബ്ദത്തോടെ ഇടിപൊട്ടി. ഒരു മിന്നലും. അവൻ കാതുപൊത്തി. അമ്മേ, അവൻ നിലവിളിച്ചു. ആ ശബ്ദം ഇടിയുടെ ശബ്ദത്താൽ അലിഞ്ഞില്ലാതെയായി. ഏതു നിമിഷവും മഴ പെയ്യാം. ആ ഇരുട്ടിലെ മിന്നൽ വെളിച്ചത്തിൽ അവൻ ആ കാഴ്ച കണ്ട് നടുങ്ങി. സർപ്പക്കാവിലെ നാഗത്തറയ്ക്ക് മുന്നിൽ 3 രൂപങ്ങൾ വരിവരിയായി നിൽക്കുന്നു. അവർ തന്നെ സൂക്ഷിച്ചു നോക്കുന്നു. അവൻ നിശബ്ദനായി മിഴിച്ചു നിന്നു പോയി. ആരാണത്?
അടുത്ത മിന്നൽ വെളിച്ചത്തിൽ അവൻ വ്യക്തമായി അത് കണ്ടു. ആ രൂപങ്ങൾ, വില്ലിച്ചൻ്റെയും അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും അതേ മുഖം. അവന് നിലവിളിക്കാൻ ശബ്ദം പുറത്തു വന്നില്ല. പെട്ടെന്ന് എന്തോ ഒരു ശക്തി വന്നതുപോലെ ഓടാൻ തോന്നി. ഓടാനുള്ള ധൈര്യം അവനുണ്ടായി. പിന്നെ ഒറ്റ ഓട്ടമായിരുന്നു. ഇല്ലത്തിന് അടുത്തെത്തിയാണ് നിന്നത്. അപ്പോൾ മഴ തകർത്ത് പെയ്തു. അവൻ പടി തുറന്ന് അകത്തേക്ക് കയറി. അവനെ നോക്കി വിഷമിച്ചു നിന്ന അവൻ്റെ അമ്മ വരാന്തയിൽ വിളക്കുമായി നിൽപ്പുണ്ടായിരുന്നു. അവർ അവനെ കണ്ട് ഓടിയെടുത്തു. മോനെ വന്നോടാ, എന്താ ഇത്ര നേരം താമസിച്ചേ? സുദേവൻ കിതച്ചുകൊണ്ട് പുറകോട്ട് നോക്കി. പിന്നെ അമ്മയുടെ നെഞ്ചിൽ ചേർന്നു. അവന് സമാധാനമായി. മോൻ എന്തോ കണ്ട് പേടിച്ചുവെന്ന് അവർക്കുറപ്പായി. എന്താ മോനെ, എന്താ കണ്ടത്? അവൻ കിതച്ചുകൊണ്ടിരുന്നു. കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിൽക്കുന്നു. ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ കാവിലമ്മേ, എൻ്റെ മോന് എന്തു പറ്റി? അവർ മോനെ അകത്തേക്ക് കൊണ്ടുപോയി. അമ്മേ, വെള്ളം. അവർ വെള്ളം കൊടുത്തു. മോനെ, എന്താ മോനെ സംഭവിച്ചത്? സർപ്പക്കാവി വെച്ച് കണ്ടു അമ്മേ. ആരെ കണ്ടു? അച്ഛൻ, വലിയച്ഛൻ, ചെറിയച്ഛൻ അവിടെ ഇരുന്ന് എന്നെ നോക്കുന്നു. ഞാൻ ഭയന്ന് ഓടി വന്നു. അവർ സ്തബ്ധനായി നിന്നുപോയി. മോന് തോന്നിയതാവും, വന്ന് ഭക്ഷണം കഴിച്ച് കിടക്ക്. അവർ മോനെ സമാധാനിപ്പിച്ചു. എങ്കിലും ഭൃത്യൻ രാമൻ രാത്രിയിൽ വലിയ തമ്പുരാനെ കുളക്കടവിൽ കണ്ട കാര്യവും ഇതും കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ ഭീതിയുണ്ടായി. എൻ്റെ ദൈവമേ, എന്തൊക്കെ അനിഷ്ടങ്ങൾ നടക്കാൻ പോകുന്നു. ഈ തറവാടിന് ശാപമുണ്ടോ? അവർ മനസ്സിൽ കരുതി. എല്ലാവരും ഈ സംഭവം അറിഞ്ഞു ഞെട്ടി. അവിടുത്തെ കാരണോത്തി ജാനകി തമ്പുരാട്ടി ഉടനെ ഭൃത്യരെ വിളിച്ചു. രാമ, നാളെ കാലത്ത് തന്നെ പല്ലശ്ശേര ഭട്ടതിരിപ്പാടിനെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരണം. ഇല്ലത്തിൽ ദുരാത്മാക്കൾ വന്നു തുടങ്ങി. എന്തോ ദുരന്തം വരാനുണ്ട്. പരിഹാരം ചെയ്യണം. ശരി തമ്പുരാട്ടി, വെളുപ്പിന് പുറപ്പെടാം, രാമൻ പറഞ്ഞു. അന്ന് രാത്രി ഇല്ലത്തിലെ ആർക്കും ഉറക്കം വന്നില്ല. ദുരന്തങ്ങൾ വീണ്ടും ഈ തറവാടിനെ വേട്ടയാടുകയാണോ? എല്ലാവരും ഓരോന്നോർത്ത് കിടന്നു. തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ അങ്ങനെ ഓരോന്നോർത്ത് കിടന്ന് പാതിര കഴിഞ്ഞപ്പോഴേക്കും അവർ ഉറങ്ങി. 2 മണിയായി കാണും. നായ്ക്കൾ ഓരിയിടുന്നു. ശക്തമായ കാറ്റുകൊണ്ട് ജനൽവാതിൽ ശബ്ദത്തോടെ അടയുകയും തുറക്കുകയും ചെയ്യുന്നു. മുതിർന്നവരുടെ ഉറക്കം പോയി. എല്ലാവരും ഭയചകിതരായി വിഴിച്ചിരുന്നു. ഭയം കൊണ്ട് നെഞ്ചിടിപ്പിന് ശക്തി കൂടി. ജനലുകളെല്ലാം ചേർത്തടച്ച് ശാന്തമായി. പക്ഷെ പുറത്ത് നായ്ക്കൾ നിർത്താതെ ഊരിയിടുന്നു. ശക്തമായ കാറ്റും മഴയും. പുറത്തുനിന്ന് വലിയൊരു ശബ്ദം കേട്ട് തമ്പുരാട്ടിമാരും ഭൃത്യൻ രാമനും ഞെട്ടിയുണർന്നു. പുറത്തു വന്ന് നോക്കി. ഒരു തേക്കുമരം കടപുഴകി കാലിത്തൊഴുത്തിന് മുകളിൽ കിടക്കുന്നു. അവർ വിളക്കുമായി പോയി നോക്കി. പശുക്കൾ കുടുങ്ങിക്കിടക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ സ്തംഭിച്ച് നിന്നുപോയി. അപ്പോൾ രാഘവൻ വാര്യർ ശബ്ദം കേട്ട് അവിടേക്ക് വന്നു. അവർ വളരെ പണിപ്പെട്ട് പശുക്കളെ രക്ഷിച്ചു. ഈ തറവാടിനെ വീണ്ടും ദുരന്തങ്ങൾ വേട്ടയാടുകയാണല്ലോ ദൈവമേ, ജാനകി തമ്പുരാട്ടി വിലപിച്ചു. 5 കൊല്ലം മുമ്പ് ഈ തറവാടിന് നഷ്ടമായത് 4 ജീവനാണ്. ഒരേ ഒരു മോളായ സുജാതയും 3 തമ്പുരാക്കന്മാരും. ഇപ്പോൾ വീണ്ടും അനിഷ്ടങ്ങൾ നടക്കുന്നു. അവർ വൃത്തിനോട് കൽപ്പിച്ചു. രാമ, ഇന്ന് ആദ്യത്തെ ബസ്സിന് തന്നെ പോയി പട്ടതിരിയെ കൈകൂടെ കൂട്ടിക്കൊണ്ടുവരിക. ശരി തമ്പുരാട്ടി, രാമൻ മൂളി. വാര്യരെ, പൂജയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുക. അവർ രാഘവ വാര്യരോട് കൽപ്പിച്ചു. വേണ്ടത് ചെയ്തോളാം തമ്പുരാട്ടി. അന്ന് വെളുപ്പിന് തന്നെ രാമൻ പല്ലശ്ശേരിക്ക് യാത്ര തിരിച്ചു. നേരം വെളുത്തില്ല. സർപ്പക്കാവിലെത്തിയപ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ട് ഞെട്ടി. രക്തക്കണ്ണുകളുമായി തന്നെ നോക്കി നിൽക്കുന്ന 3 രൂപം. അയാൾക്ക് തലപെരുത്തു. തൻ്റെ 3 തമ്പുരാക്കന്മാർ, 5 കൊല്ലം മുമ്പ് കൊല്ലപ്പെട്ട വർമ്മ സഹോദരങ്ങൾ. അതേ രൂപം. അയാളുടെ തൊണ്ട വരണ്ടു. ആ രൂപങ്ങൾ ഭീകരരൂപം പൂണ്ടു. അത് കണ്ട് ഭയന്നു. രാമൻ രക്തം ഛർദ്ദിച്ചു. അമ്പലനടക്കൽ നട തുറക്കാൻ പോയ മേൽശാന്തി സർപ്പക്കാവിലെ കാഴ്ച കണ്ട് ഞെട്ടി. അയാൾ ആളുകളെ വിളിച്ചുകൂട്ടി. ഗ്രാമവാസികൾ കൂട്ടത്തോടെ ആ കാഴ്ച കാണാനെത്തി. ഇല്ലത്തെ രാഘവൻ വാര്യർ വിവരമറിഞ്ഞ് സ്ഥലത്തേക്ക് പാഞ്ഞു. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി. അടുക്കുന്ന കാഴ്ച. രാമൻ ചോര ഛർദ്ദിച്ച് കിടക്കുന്നു. ഭയാനകമായിരുന്നു ആ കാഴ്ച. കണ്ണെല്ലാം തുറിച്ച് ഒന്നേ നോക്കിയുള്ളൂ. ഉടനെ ഇല്ലത്തിൽ പോയി അവിടെ എല്ലാവരെയും വിവരമറിയിച്ചു. വാര്യരെ, രാമൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടത് ചെയ്യുക, ജാനകി തമ്പുരാട്ടി പറഞ്ഞു. ദുരന്തങ്ങൾ വേട്ടയാടുന്നു. വാര്യർ ഉടനെ പോയി ഭട്ടതിരിയെ കൊണ്ടുവരിക. അയാൾ തലയാട്ടി. രാമുവിൻ്റെ മരണം ഇല്ലത്തിലെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി. എത്രയോ കൊല്ലമായി സഹായിയായിരുന്നു വിശ്വസ്തനും. വാര്യർ പല്ലശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. ബസ്സിറങ്ങി കുറേ നടക്കണം. ഒരു പുരാതനമായ മന. നാരായണൻ ഭട്ടതിരിപ്പാട്, പ്രസിദ്ധനായ മന്ത്രവാദി, എത്രയോ ദുരാത്മാക്കളെയും രക്ഷസുകളെയും ആവാഹിച്ചിരിക്കുന്നു. വരാന്തയിൽ കാര്യസ്ഥൻ നിൽക്കുന്നു. ആരാ, എവിടുന്നാ? അയാൾ ചോദിച്ചു.
ഇല്ലിക്കൽ തറവാട്ടിലെ കാര്യസ്ഥനാണ്. പട്ടതിരിയെ ഉടനെ കാണണം. അയാളെ അകത്തേക്ക് വിടൂ. അകത്തുനിന്നും ഗാംഭീര്യമുള്ള ഒരു ശബ്ദം. അയാൾ അകത്തേക്ക് ചെന്നു. രാമൻ കൊല്ലപ്പെട്ടു അല്ലേ? വാര്യർ അത്ഭുതപ്പെട്ടു. ഇയാൾ എല്ലാം അറിഞ്ഞിരിക്കുന്നു. അറിയ തിരുമേനി, എങ്ങനെയും കൂട്ടിച്ചെല്ലാൻ തമ്പുരാട്ടി കൽപ്പിച്ചിരിക്കുന്നു. ഉടനെ പ്രതിവിധി ചെയ്യണം, ഇല്ലെങ്കിൽ ഇനിയും മരണം സംഭവിക്കും. പട്ടതിരിപ്പാട് അരളി. ഉടനെ പുറപ്പെടാം. അതിന് ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. തിരുമേനി പൂജാമുറിയിൽ കയറി വാതിലടച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് വാര്യർ അക്ഷമയോടെ കാത്തിരുന്നു. ഒടുവിൽ പൂജാമുറി തുറന്ന് അദ്ദേഹം വന്നു. പോകാം, പൂജയ്ക്ക് വേണ്ട സാമഗ്രികൾ എടുത്തോളൂ, അയാൾ സഹായികളോട് കൽപ്പിച്ചു. അവർ പുറപ്പെട്ട് വൈകിട്ട് ഗ്രാമത്തിലെത്തി. സർപ്പക്കാവ് എത്തിയപ്പോൾ തിരുമേനി നിന്നു. ദുരാത്മാക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കിയതുപോലെ ചുറ്റും നോക്കി. പിന്നെ മുന്നോട്ട് നടന്നു. ഇല്ലത്തിൻ്റെ പടിക്കലെത്തിയപ്പോൾ ശക്തമായ കാറ്റ് അവർക്ക് നേരെ വന്നു. ഭട്ടതിരി അനങ്ങിയില്ല. മന്ത്രം ജപിച്ച് അതോടെ ശാന്തമായി. അദ്ദേഹം ചുറ്റുമൊന്ന് വീക്ഷിച്ചു. ഇല്ലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പാലമരത്തിൽ ദൃഷ്ടി പതിപ്പിച്ചു. രാഘവൻ വാര്യർക്ക് ആ നോട്ടത്തിൽ എന്തോ പന്തികേട് തോന്നി. തമ്പുരാട്ടികൾ തിരുമേനിയെ ആദരവോടെ വരവേറ്റു. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞു. തിരുമേനി, ഇനി അങ്ങയ്ക്ക് ഭക്ഷണം കഴിക്കാം. അല്പം വിശ്രമിച്ച ശേഷം അദ്ദേഹം പൂജയിലേക്ക് കടന്നു. 2 സഹായികളും വേഗത്തിൽ ഒരുക്കങ്ങൾ നടത്തി. ത്രിസന്ധിയായി നിലവിളക്കുകൾ തെളിഞ്ഞു. കളം വരച്ചു. അദ്ദേഹം ധ്യാനത്തിൽ മുഴുകി. ഒരു വെറ്റിലയെടുത്ത് മഷി തേച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ട ഭാവമാറ്റം എല്ലാവരും ശ്രദ്ധിച്ചു. ദുരാത്മാക്കൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഒരു മരണം കൂടി ഇന്ന് സംഭവിക്കും. അത് കേട്ട് തമ്പുരാട്ടി ഞെട്ടി. പേടിക്കേണ്ട, അത് തടയാൻ കഴിവുള്ള മറ്റൊരു ദുരാത്മാവ് ഈ തറവാട്ടിലുണ്ട്. സുജാത എന്ന രക്ഷസ്. അവൾക്ക് മാത്രമേ വർമ്മ സഹോദരങ്ങളുടെ ദുരാത്മാക്കളെ നശിപ്പിക്കാൻ കഴിയൂ. വാര്യരും തമ്പുരാട്ടിമാരും അമ്പരന്നു. തിരുമേനിയെ നോക്കി. ഇത് സത്യമോ? ഈ തറവാട്ടിൽ തുള്ളിച്ചാടി നടന്നിരുന്ന സുജാതമോൾ രക്ഷസോ? അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയാത്ത ഒരു സത്യമുണ്ട്. സുജാത ആത്മഹത്യ ചെയ്തതല്ല, കൊല്ലപ്പെട്ടതാണ്. ആര് കൊന്നു? എല്ലാവരും ഒരേ സമയം ചോദിച്ചു. ചില അപ്രിയ സത്യങ്ങൾ വെളിപ്പെടുത്താൻ പ്രയാസമുണ്ട്. അത് കുടുംബത്തിൽ കലഹമുണ്ടാക്കും. സുജാത ഇപ്പോൾ ദുർഗാദേവിയുടെ കടാക്ഷം കൊണ്ട് സർവ്വസ്വരൂപിയായി മാറിയിരിക്കുന്നു. അവൾ ഈ തറവാട്ടിൻ്റെ രക്ഷകയാണ്. ഞാൻ വരുമ്പോൾ പാലമരത്തിൽ കണ്ടത് അവളെയാണ്. രാമുവിനെ കൊന്നത് തമ്പുരാക്കന്മാരുടെ ദുരാത്മാക്കളാണ്. അവളെ ഞാൻ വരുത്തുകയാണ്. എല്ലാവർക്കും പുറത്തു പോകാം. ആ രൂപം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവളെ കൊണ്ടുതന്നെ ഞാൻ വർമ്മ സഹോദരങ്ങളുടെ ആത്മാക്കളെ ഇല്ലാതാക്കും. നോക്കിക്കൂ. പൂജാമുറിയിൽ തിരുമേനിയും 2 സഹായികളും മാത്രം പൂജ തുടങ്ങി. മന്ത്രങ്ങൾക്ക് ശക്തി കൂടി. ഭയങ്കരമായ അന്തരീക്ഷം. പുറത്ത് ശക്തമായ കാറ്റ് വീശി. നിശയുടെ സന്തതികൾ ഓരിയിട്ടു. ഇല്ലത്തിൽ അന്തർജനങ്ങളും കുട്ടികളും ഭയവിഹുലരായി. നിലവിളക്കുകൾ ആടിയുലഞ്ഞു. പെട്ടെന്നൊരലർച്ചയോടെ അവൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു ഭീകര കാളിയെപ്പോലെ അവൾ നാക്കുകൾ നീട്ടി. തിരുമേനി കണ്ണു തുറന്നു നോക്കി. സുജാതമോള് ഇത്ര ഭയങ്കരിയായി മാറിയോ? അവൾ പൊട്ടിച്ചിരിച്ചു. എന്താ തിരുമേനി, പേടിച്ചോ? നോം പേടിക്കാനോ? നിന്നേക്കാൾ വലിയ രക്ഷത്തിനെ ഞാൻ ആവാഹിച്ചിട്ടുണ്ട്. ശരി, ഞാൻ എന്ത് ചെയ്യണം പറയൂ? അവൾ ചിരിച്ചു. നിന്റെ കൊലപാതകികൾ ഇവിടെ അഴിഞ്ഞാടുന്നു. നീ അവരെ ഒതുക്കണം, ഇല്ലാതാക്കണം. തിരുമേനി പറഞ്ഞു. ഞാൻ ഈ തറവാടിന് കാവലുണ്ട്. ഈ ഗ്രാമത്തിനും ഇനി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എങ്കിൽ വേഗം ചെല്ലുക. അവർ ഇപ്പോൾ രാഘവ വാര്യരുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. രേവതിക്കുട്ടിയാണ് അവരുടെ ലക്ഷ്യം. പോയി രക്ഷിക്കൂ. ഇല്ല, എൻ്റെ ജയേട്ടൻ്റെ കുടുംബത്തെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ഭീകരരൂപം പൂണ്ട് അപ്രത്യക്ഷമായി. സുജാതയുടെ കാമുകൻ ജയൻ്റെ, അതായത് ഇല്ലത്തിലെ കാര്യസ്ഥൻ രാഘവ വാര്യരുടെ വീട്. വാര്യർ ഇല്ലത്തിലാണ്. ഇനി കാലത്തെ വരൂ. ജയൻ വീണ്ടും പട്ടാളത്തിൽ പോയി. കല്യാണം കഴിച്ചിട്ടില്ല. അമ്മയും രേവതിയും ഭക്ഷണം കഴിച്ച് കിടന്നു. പുറത്ത് നായ നിർത്താതെ കുരയ്ക്കുന്നു. രേവതി ഭയത്തോടെ ജനൽ തുറന്നു നോക്കി. ആ കാഴ്ച കണ്ടവൾ ഭയന്ന് നിലവിളിച്ചു. അമ്മേ! അമ്മ ഓടി വന്നു. എന്താ മോളെ, എന്തു പറ്റി? അവൾ പേടിയോടെ വിറയ്ക്കുന്ന കൈ ചൂണ്ടി. അമ്മയും കെട്ടു. 3 ഭീകരരൂപങ്ങൾ തോപ്പിൽ നിൽക്കുന്നു. വീടിനെ ലക്ഷ്യമാക്കി വരുന്നു. അവരും നിലവിളിച്ച് മോളെ കെട്ടിപ്പിടിച്ചു. എൻ്റെ കാവിലമ്മേ, കാക്കണേ! ഉടനെ ഒരത്ഭുതം സംഭവിച്ചു. ഒരു തീകോളം അവരുടെ പുറകെ വരുന്നു. അതാ രൂപങ്ങളെ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു. ആ തീകോളം സുജാതയുടെ സ്വരൂപമായിരുന്നു. പിന്നീട് ആ ഗ്രാമത്തിൻ്റെ രക്ഷകയായി സുജാത എന്ന രക്ഷത്തുണ്ടെന്ന് ആ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. സാദി യൂസഫ്.